ഈ തെമ്മാടിക്കൂട്ടം മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്ന തെമ്മാടിക്കൂട്ടത്തിന് കൂടെ ചർച്ചയ്ക്കില്ല. ചാനൽ വേണ്ട, ഒരു ചാനലും വേണ്ട, ഇവിടെ ഒരു ചാനലിലും ഞങ്ങൾക്ക് എന്റെ ഈശ്വര, എവിടെ നിന്നൊക്കെ കളിയില്ലാതായോ? ഈ ചർച്ചയിലിരിക്കുന്ന തെമ്മാടിക്കൂട്ടം എന്നങ്ങ് പറഞ്ഞു. തെമ്മാടിക്കൂട്ടത്തിന് കൂടെ ചർച്ചയിലില്ല എന്നങ്ങ് പറഞ്ഞു. അപ്പൊ ഈ ചർച്ചയുടെ ഉത്തരവാദി എന്ന നിലയ്ക്ക് ഞാനാണ് ആദ്യത്തെ ആൾ. മറ്റു 3 പേരും അതിന്റെ ഭാഗമാവുകയും ചെയ്യും. ഒരു ചർച്ചയിലുള്ള മുഴുവൻ ആളുകളെയും വ്യക്തിധിക്ഷേപം നടത്തിയതിനു ശേഷം ഞാൻ തുടരണമെങ്കിൽ മറ്റുള്ളവർ പാടില്ല എന്നങ്ങ് പറഞ്ഞാൽ എനിക്ക് നിവൃത്തിയില്ല. ശ്രീ അനിൽകുമാർ, എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. എന്തായാലും ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണപ്പാളി മോഷണം AI ആണെന്ന് CPM ഒരു ഡിഫൻസ് എടുക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശബരിമലയിൽ നടന്ന സ്വർണ്ണപ്പാളി മോഷണവും അവിടുന്ന് ദ്വാരപാല വിഗ്രഹത്തിൽ നിന്നും എന്തിനേറെ 18-ാം പടിയിൽ നിന്നടക്കം സ്വർണ്ണം മോഷണം പോയി എന്നുള്ളതും പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം അവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുള്ളതും എല്ലാം അതിലെല്ലാം AI നിർമ്മിതമായിട്ടുള്ള ആരോപണങ്ങളാണെന്ന് എന്തായാലും ഗോവിന്ദൻ മാഷും CPM ഒരു ഡിഫൻസ് എടുക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട കേട്ടാ. മുഖ്യമന്ത്രി അവിടെ വരുമ്പോൾ മുഖ്യമന്ത്രിയെ അവിടെ പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിക്കുന്ന പോറ്റിയല്ല. അത് ഭീമ ഗോൾഡുമായി ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. അത് കഴിഞ്ഞ് താക്കോൽ കൊടുക്കുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം ഫോട്ടോ കൊടുക്കാൻ കൂടെ വന്നു എന്നുള്ള സത്യമാണ്. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ പൊതുമണ്ഡലത്തിലുണ്ട്. ഈ വ്യക്തിയുമായി മുഖ്യമന്ത്രി സംസാരിക്കുന്നതായി പോലും ആ വീഡിയോയിലില്ല. അവസാനം ചടങ്ങ് കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരിഞ്ഞു നടക്കുമ്പോൾ വഴി മാറുക എന്ന തരത്തിലാണ് ആ ഘട്ടത്തിൽ കണ്ടത്. അപ്പോഴാണ് സെക്രട്ടേറിയറ്റ് നടയിലെ ആ ചിത്രത്തെ തൊട്ടപ്പുറം മരം നിൽക്കുന്നു, ആ മരം നിൽക്കുന്ന ചിത്രങ്ങളുമായി ചേർത്ത് ഒരു വ്യാജ വീഡിയോ ഇപ്പോൾ ഉണ്ടായതും ആ AI വീഡിയോയിൽ പിടിവീണിരിക്കുന്നു. നോക്കൂ, എണ്ണിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന അത്ര ആളുകൾ മാത്രമേ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഈ നോർത്ത് ഗേറ്റിന് സമീപത്തുള്ള ഈ ഫംഗ്ഷനിൽ നടന്നിട്ടുള്ളൂ. നോർത്ത് ബ്ലോക്കിന് മുന്നിലുള്ള ഈ ഫംഗ്ഷനിൽ ഉള്ളൂ. എണ്ണിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ. പോലീസിന്റെ ഉന്നത മേധാവികളുണ്ട്, മുഖ്യമന്ത്രി അടക്കമുള്ളവരുണ്ട്, ഇവരൊക്കെ ഭീമയുടെ റെപ്രസെന്റേറ്റീവ് ഉണ്ട്. അതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് വന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടുത്തെ റോൾ എന്താണ്? ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു പബ്ലിക് മീറ്റിംഗ് നടക്കുകയാണെന്ന് വെച്ചു, വലിയ പബ്ലിക് മീറ്റിംഗ്, എന്നാൽ പോലും അവിടെ ക്ഷണിക്കപ്പെടുന്ന അതിഥികൾ ആരാണ് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവർക്ക് റിപ്പോർട്ട് വേണം. അവർ അന്വേഷിക്കും. ഇതിപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് വരുമ്പോൾ ഇദ്ദേഹം സ്പോൺസർ അല്ല, ഭീമയാണ് കൊടുക്കുന്നത് അങ്ങ് പറഞ്ഞല്ലോ, അതിന് റിക്വസ്റ്റ് കൊടുത്ത ആളല്ല, അത് മട്ടന്നൂരാണ് എന്നങ്ങ് പറഞ്ഞല്ലോ. ആരാണ് പോറ്റി? പോറ്റി എന്തിനാണ് അവിടെ വന്നത്? ഒന്നുമില്ലെങ്കിലും നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലേ ഭായ്? എന്ത് ബന്ധം? മലബന്ധം. അല്ല, ഞാൻ പറയുന്നത് പോലീസിന്റെ DGP രവത ചന്ദ്രശേഖർ, ADGP ശ്രീജിത്ത്, അവരുടെയൊക്കെ പേരാ നോട്ടീസിലോട്ട് കേട്ടോ. ഭീമ ഗോൾഡിന്റെ ചുമതലക്കാരല്ലാതെ മട്ടന്നൂർ ശങ്കരൻകുട്ടിയോടല്ലാതെ ആരോടെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വർത്താനം പറയുന്നത് നിങ്ങൾ കണ്ടോ? അങ്ങനെ ആരോപണം എനിക്കില്ല. ഞാൻ ആ ദൃശ്യം ശരിക്കും നോക്കിയതാ, 2 തവണ 3 തവണ നോക്കി. അങ്ങനെ ആരോപണം എനിക്കില്ല. സമയത്ത് കൈയെടുത്ത് കൂപ്പുന്നുണ്ട്. ഒരു കള്ളന്റെ പൂർണ്ണ ശാരീരിക ബുദ്ധിയോടുകൂടി ആ വഴിയിലേക്ക് അദ്ദേഹം മനഃപൂർവ്വം കടന്നിരുന്നുണ്ടൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചത് എന്താണ്? മിണ്ടിയോ തൊട്ടോ ഓമനിച്ചോ ഇതൊന്നല്ല. അത്രയും മാത്രം ക്ഷണിക്കപ്പെട്ട ആളുകൾ, അതും VVIPകളുള്ള ഇടത്തേക്ക് ഏത് അഡ്രസ്സിൽ അദ്ദേഹം കടന്നിരുന്നതാണ്. ഒരു പ്രയോജനമില്ല. കൊടിമര പൂജയിൽ പോറ്റിക്ക് എന്ത് കാര്യം? ഏത് കാലഘട്ടത്തിൽ? പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് പറഞ്ഞ ചിത്രത്തിന് നമ്മുടെ നാട്ടിൽ പ്രാമുഖ്യം വന്നത് പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ്. ആ പോറ്റിയെ ഇറക്കി വിട്ടില്ല. അതിന് ഞങ്ങൾ ജയിലിൽ കിടക്കുക. ഞങ്ങൾ ജയിലിൽ കിടക്കുകയാണ്. ശരി ശരി ശരി, ഞാൻ മറ്റൊന്നിലേക്ക് പോട്ടെ. ശരി ശരി, ബഹുമാനക്കുറവായി പോകും. ഞാൻ മറ്റുള്ളവരിലേക്ക് പോട്ടെ. ജയിലിൽ പോകണ്ടേ? ജയിലിൽ പോകണ്ടേ? മാധു ജയിലിൽ പോകണ്ടേ? ജയിലിൽ അടക്കണ്ടേ? എനിക്ക് ശ്വാസം വിടാൻ കുറച്ച് സമയം നേടാ. ഉറപ്പായും നമ്മൾ ഇത്തരത്തിലുള്ള പൗരപ്രമുഖന്മാർക്ക് അത് പോറ്റ് മുതൽ ഈ പറയുന്ന കരിമണൽ വ്യവസായ വരെയുള്ള ആളുകൾക്കെല്ലാം ഇത്തരത്തിൽ അങ്ങേക്കതിന് മറുപടി പറയാം. മാധു എനിക്ക് മറുപടി പറയാൻ സൗകര്യപ്പെടുകയല്ല. 10 ലക്ഷം ശിക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞ കേസാണ്. എന്നിട്ട് ഒരാൾ വന്നിട്ട് ഞങ്ങൾക്കെതിരെ ആക്രമിക്കുക. ഇതിന് എന്നെ കിട്ടത്തില്ല, ഇത്തരം ആളുകളോട് ചർച്ചയ്ക്ക് സൗകര്യപ്പെടുകയില്ല. 10 ലക്ഷം രൂപ സുപ്രീം കോടതിയിൽ പിഴയടിക്കും. ഒരു വിഷയം ഇതല്ല. 2 ഹൈക്കോടതി തള്ളി. സുപ്രീം കോടതി അടി വാങ്ങിച്ച മാത്യു കുഴൽനാടൻ
എന്നിട്ട് ഒരാൾ വന്നിരുന്നിട്ട് വിളമ്പ് കാണും സുപ്രീം കോടതി- ഈ കേസിനകത്ത് ആയിക്കോട്ടെ, ആ കുഴപ്പമില്ല. പണിക്ക് നിന്ന് തരാൻ സൗകര്യപ്പെടുകയല്ല. സൗകര്യമുണ്ടെങ്കിൽ മാധ്യമങ്ങളോട് പറയാണ് അയാളെ പുറത്താക്കിയില്ല, ഞാൻ എന്നാ പിന്നെ ചർച്ചയ്ക്കില്ല. അങ്ങനെ അല്ല ഈ തോന്നിവാസം പറയുന്ന ആളുകളെ പുറത്താക്കിയില്ല, ഞാൻ ചർച്ചയ്ക്ക് വിളിക്കാനല്ല. ഞാൻ പറഞ്ഞോട്ടെ ഈ പറയുന്ന ഞാൻ പറഞ്ഞോട്ടെ കൂട്ടത്തോടൊപ്പം ഞാൻ ചർച്ചയ്ക്കില്ല. പറഞ്ഞോട്ടെ ഞാൻ ഈ പറയുന്ന തെമ്മാടി കൂട്ടത്തോടൊപ്പം ചർച്ചയ്ക്കില്ല. അത്തരം പരാമർശങ്ങൾ പാടില്ല. ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതെ, അത്തരം പരാമർശങ്ങളെ പാടില്ല. ഇത് നോക്കൂ, ഈ പാനലിൽ 4 പേരുണ്ട്. ഈ പാനലിൽ 4 പേരുണ്ട്. അങ്ങനെ പറഞ്ഞ അപ്പൊ അദ്ദേഹം പറഞ്ഞതിനേക്കാൾ ഗൗരവകരമായി അധിക്ഷേപകരമായ വാക്കല്ലേ അങ്ങ് ഉപയോഗിച്ചത്. കാര്യമല്ല, ഇത് കേൾക്കാൻ സൗകര്യമില്ല. അല്ല, ഇത് നോക്കൂ, ഈ പാനലിലുള്ള എല്ലാവരും ഞാൻ ഉൾപ്പെടുന്നതായിരിക്കുമല്ലോ അല്ലെ, സ്വാഭാവികമായും ഈ പാനലിൽ ഇതിന്റെ ബോർഡിലിരിക്കുന്ന ആളുകളെ മുഴുവനും ചാനൽ വേണ്ട, ഒരു ചാനലും വേണ്ട. ഇവിടെ ഒരു ചാനലിലും ഞങ്ങൾക്ക് ചാനൽ വേണ്ട എന്നൊക്കെയുള്ളത് ഒരു വല്ലാത്ത തിട്ടൂരമായി പോയി. അല്ല, ചാനൽ വേണ്ട എന്നുള്ളത് വല്ലാത്ത തിട്ടൂരമായി പോയി. അനിൽകുമാറിന്റെ തീട്ടൂരം അനുസരിച്ചിട്ടാണോ ആ നിലയ്ക്കൊന്നും പറ്റില്ല. കയ്യിൽ വെച്ചാൽ മതി. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒന്ന് വഴങ്ങുമോ? എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചാൽ എനിക്കൊന്നും കേൾക്കാൻ കഴിയില്ല. ഇത് ബാധിക്കില്ല. 10 ലക്ഷം രൂപ പിഴയടിക്കും എന്ന് പറഞ്ഞ കേസിനെ കുറിച്ചാണ് ഇവിടെ വർത്താനം പറയുന്നത്. ശരി നോക്കൂ, അല്ല, നമ്മൾ ഈ വിഷയവുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തിൽ കഴിഞ്ഞ 10 മിനിറ്റോളമായി സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ആ വിഷയം അവസാനിപ്പിക്കൂ. ആ വിഷയം അവസാനിപ്പിക്കൂ. അല്ല, ചർച്ചയ്ക്ക് ഞങ്ങളില്ല. മാധു തടഞ്ഞില്ല. ആ വിഷയത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ചർച്ചക്കല്ല ഞാൻ വന്നത്. ഞാനൊന്ന് പറയട്ടെ. ചർച്ചയ്ക്ക് ഭയമില്ല. ആ ചർച്ചയ്ക്ക് ഭയമില്ല എന്നുള്ളത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ആ വിഷയം ചർച്ച ചെയ്യാൻ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞങ്ങളില്ല. ശരി, അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അല്ലല്ല, ഇന്ന് സൗകര്യപ്പെടുകയല്ല. കാരണം സുപ്രീം കോടതി ശിക്ഷിച്ച കേസാ, സുപ്രീം കോടതി വിധിച്ച കേസാ മാത്യു കുഴൽനാടനെ. 10 ലക്ഷം എന്നാ പറഞ്ഞത്. ആ ഓടിയ കുഴൽനാടൻ ചത്തു. ആ കുഴൽനാടന്റെ കേസ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കെതിരെ പറയല്ലേ? ഞാൻ എന്താ പറയേണ്ടത്? അതാ ഞാൻ പറയുന്നത്. ഈ തെമ്മാടിക്കൂട്ടം, മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്ന തെമ്മാടിക്കൂട്ടത്തിന് കൂടെ ചർച്ചയ്ക്കില്ല. ശരി, എനിക്കതിനെ പ്രോത്സാഹിപ്പിക്കാനും കഴിയില്ല. ശ്രീ അനിൽകുമാർ, രാഷ്ട്രീയമായ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. ശരി, ഓക്കെ. അല്ല, അതിനൊന്നും തലകുനിക്കാൻ നമുക്കും നിർവാഹമില്ല ശ്രീ അനിൽകുമാർ. അല്ല, ഈ ബോർഡിലുള്ള മുഴുവൻ ആളുകളെ, അത്തരം പരാമർശങ്ങൾ നടത്തിയവരും അല്ലാത്തവരുമായ മുഴുവൻ ആളുകളെയും, എന്നെയും ഉൾപ്പെടെ തെമ്മാടിക്കൂട്ടം എന്ന് അങ്ങ് വിളിച്ചതിന് ശേഷം അങ്ങ് ഈ ചർച്ചയിൽ തുടരണമേ എന്ന് അഭ്യർത്ഥിക്കേണ്ടി വരുന്ന അവസ്ഥ എനിക്കുമില്ല. ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടി അങ്ങയോടെ ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞുകൊള്ളാൻ സമ്മതം നൽകുന്നു. ശ്രീ അനിൽകുമാർ, ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞോളൂ. ഈ ചർച്ചയിൽ നിന്ന് അങ്ങ് പിരിഞ്ഞോളൂ. സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുന്നവർക്ക് എന്ത് ബഹുമാനം? പോയിക്കടാ, പോവും, പോടാ, ഞാൻ പോവാ. ശരി, ആര് പിരിയണം? അല്ല, അങ്ങേക്ക് ഈ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ തെമ്മാടിക്കൂട്ടമെന്ന് അഭിസംബോധന ചെയ്തതിനു ശേഷം ചർച്ചയിൽ തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, അങ്ങ് ചർച്ചയിൽ തുടർന്നാൽ ഞാൻ അങ്ങേ പോലെ വളരെ ബഹുമാനത്തോടു കൂടി വിളിച്ച 3 പേർ തെമ്മാടിക്കൂട്ടങ്ങളിൽ എന്നെ പറഞ്ഞോളൂ. എനിക്ക് അങ്ങയുടെ പ്രായവും അങ്ങ് ബഹുമാനിച്ച് ഞാൻ വേണമെങ്കിൽ കേൾക്കാം. നമ്മൾ അതിനു മുമ്പ് അതിലേറെ കേട്ടിട്ടുണ്ടല്ലോ. ഈ ഇറച്ചിക്കടയിൽ മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്നൊക്കെ നിങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ വിളിച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്തോ ഞാനൊന്നും കേട്ടില്ല. പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ചർച്ച തെമ്മാടിക്കൂട്ടവുമായി ചർച്ചയ്ക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാനാണ് ആദ്യത്തെ ആൾ ശ്രീ അനിൽകുമാർ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. CPM-ന്റെ നാവിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്. അതെ, ശരിയാണ്. എന്നെ ചർച്ചയ്ക്ക് വിളിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതെ, ആ വിഷയത്തിൽ ഞാൻ ഇരിക്കാൻ തയ്യാറാണ്. അതാണ് ചർച്ചയെങ്കിൽ ഇതിനു മുൻപ് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലും CPM ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ടെന്നേ. ഇത്തരം ആരോപണങ്ങളൊക്കെ കേട്ടിട്ടും മറുപടി പറഞ്ഞിട്ടുമുണ്ടെന്നേ. അത് ഈ നാട്ടിൽ ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ആ പ്രയോഗം നടത്തുന്നവരെയാണ് പറയുന്നത്. മാധുവിനെ അല്ല പറഞ്ഞത്. അല്ല, ഈ ചർച്ചയിലിരിക്കുന്ന തെമ്മാടിക്കൂട്ടം എന്നങ്ങ് പറഞ്ഞു.
തെമ്മാടി കൂട്ടത്തിൽ കൂടെ ചർച്ചയിലില്ല എന്നങ്ങ് പറഞ്ഞു. അപ്പോൾ ഈ ചർച്ചയുടെ ഉത്തരവാദി എന്ന നിലയ്ക്ക് ഞാനാണ് ആദ്യത്തെ ആൾ. മറ്റു 3 പേരും അതിന്റെ ഭാഗമാവുകയും ചെയ്യും. ഒരു ചർച്ചയിലുള്ള മുഴുവൻ ആളുകളെയും വ്യക്തിനിക്ഷേപം നടത്തിയതിനു ശേഷം ഞാൻ തുടരണമെങ്കിൽ മറ്റുള്ളവർ പാടില്ല എന്നങ്ങ് പറഞ്ഞാൽ എനിക്ക് നിവൃത്തിയില്ല. ശ്രീ അനിൽകുമാർ, ഒന്നുകിൽ അനിൽകുമാർ പുറത്തു പോകണം, അല്ലെങ്കിൽ മാപ്പ് പറയണം. ഒന്നുകിൽ അനിൽകുമാർ മാപ്പ് പറയണം ആ പദപ്രയോഗത്തിന്, അതല്ലെങ്കിൽ അദ്ദേഹം പുറത്തു പോകണം. മാതൃഭൂമി അദ്ദേഹത്തെ പുറത്താക്കണം. ഞങ്ങളെ മുഴുവൻ പേരെ അപമാനിച്ചിരിക്കുകയല്ലേ, ഞങ്ങളെ എല്ലാവരെയും അവഹേളിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ അദ്ദേഹം മാപ്പ് പറയണം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.